മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് നടത്തിയ കേസിൽ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. സിന്ധു, ബിലാൽ എന്ന ശ്രീകുമാർ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങുക. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, പ്രതികളിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ശൃംഖല അത് എത്രമാത്രം വലുതാണ് എന്നതുൾപ്പെടെ എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളൊക്കെ? അഷിത, ഈ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ പേരിലേക്ക് എത്താം എന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. നേരത്തെ ഇവരെ പിടിയിലാകുന്ന ഘട്ടത്തിൽ അങ്ങനെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള സമയം അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കേസിലെ മുഖ്യപ്രതികൾ എന്ന് വിശേഷിപ്പിക്കുന്ന സിന്ധുവിനെയും അതോടൊപ്പം ശ്രീകുമാറിനെയും, ബിലാൽ എന്ന ശ്രീകുമാറിനെയുമാണ് കസ്റ്റഡിയിൽ വാങ്ങുക. ഇവരിൽ നിന്ന് ചോദ്യം ചെയ്യുന്നത് വഴി ഈ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നു. ഇവർക്ക് മുകളിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ്. ഒപ്പം ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും നടക്കുന്നുണ്ട്. സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്ന് നിരവധി തവണ ബിലാലിന്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക്, ഇയാൾക്ക് ഒന്നിലധികം അക്കൗണ്ടുകളുണ്ട്, അത് കുറെ അക്കൗണ്ടുകളുടെ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടിയെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ബിലാൽ വാങ്ങിയിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നിരവധി ഇടപാടുകൾ ഇയാളുടെ പക്കൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ആ ഇടപാടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധന വഴി എത്ര പേരെ അവിടെ എത്തിച്ചിട്ടുണ്ട് എന്നൊരു കണക്ക് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിന് ഉണ്ട്. ഒപ്പം ഇതിന് ഗുണ്ടാബന്ധങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തണം. അങ്ങനെ വിശദമായ എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ച അന്വേഷണ നടത്തിന്റെ ഭാഗമായാണ് കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. കസ്റ്റഡി അപേക്ഷ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം ആദ്യം ഇവരെ വാങ്ങും, പിന്നീട് മറ്റ് 2 പ്രതികളുണ്ട്. ഒപ്പം ഈ വിദേശത്ത് 2 പ്രതികളുണ്ട്. അവരെ കൂടി തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇത് കേവലം ചെറിയൊരു ശൃംഖലയല്ല. കൊച്ചിയിൽ നിന്ന് വിദേശത്തേക്ക് ദുബായ് വരെ കേന്ദ്രീകരിച്ച് കിടക്കുന്ന ഒരു വലിയ സെക്സ് റാക്കറ്റ് സംഘമാണ്. അത് ഇവർ മാത്രമാണോ, അതല്ല ഇതിന് സമാന്തരമായി മറ്റു റാക്കറ്റുകൾ ഉണ്ടോ എന്നുകൂടി അന്വേഷിക്കാനാകുമെന്ന പ്രതീക്ഷയിലുമാണ് പോലീസ് ഉള്ളത്. കൂടുതൽ പരാതികൾ ലഭ്യമായി വരുന്നുണ്ട്. ഒരു പരാതി സിറ്റി പോലീസ് കമ്മീഷണറുടെ മെയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പരാതിയുടെ മെറിറ്റ് പരിശോധിച്ചു വരികയാണ്. അതിൽ വസ്തുതകളുണ്ട്, കഴമ്പുണ്ട് എങ്കിൽ അതിലും കേസെടുത്ത് സമാന്തരമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.